ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് പറയാനാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. ഞാൻ ഈ അടുത്ത് OZന്ന് ഞാൻ ജ്വല്ലറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഓർണമെൻറ്റ്സ് ഒന്നും മേടിക്കാത്ത ഒരാളാണ്. എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഞാൻ പേഴ്സണലി ഇടാറില്ല. ഇപ്പം നമ്മൾ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ഈ സ്ഥിരം കിട്ടുന്ന മോതിരം, പിന്നെ ഒരു താലിമാല, പിന്നെ കമ്മൽ വല്ലപ്പോഴൊക്കെ ഇട്ടാലായി അങ്ങനെ ഇടുന്ന. അപ്പം ഞാൻ വല്ല ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ പോയി വാങ്ങാനും സെലക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ്. പണ്ടോട്ട് എനിക്ക് ജ്വല്ലറീസിനോട് അത്ര വലിയ കമ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അംജുക്കാടെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു 5-6 ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കോസ്റ്റ്യൂമിനുള്ള മാച്ചിങ് ഓർണമെൻറ്റ്സ് ഒക്കെ അവിടുന്ന് ഓരോ വേടി സ്ഥലത്ത് നിന്ന് തന്നെ സെറ്റായി. പക്ഷേ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഉണ്ട്, ഹാഫ് സാരി ഉണ്ടായിരുന്നു. കല്യാണത്തിന് അന്ന് ബാംഗ്ലൂർ വെച്ചിട്ടുള്ള കല്യാണത്തിന് അന്ന് ഒരു റെഡ് ഹാഫ് സാരി ഉണ്ട്. ഇതിന് മാത്രം ഞാൻ ഓർണമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ എൻ്റെ ഓർമ്മയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി 2 ദിവസമേ ഉള്ളൂ ബാംഗ്ലൂർക്ക് പോവാൻ ഫംഗ്ഷന് വേണ്ടിയിട്ട്. 2 ദിവസത്തിനുള്ളിലാണെങ്കിൽ എനിക്ക് സാധനം വേണം, മാലയും കമ്മലൊക്കെ വേണം താനും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ദിയ കൃഷ്ണന് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാരണം യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അത്രയും ഫേമസ് ആണ്, അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം, ഇൻഫ്ലുവൻസർ എന്ന് തന്നെ പറയാം. പുള്ളിക്കാരിയുടെ ഒരു ബ്രാൻഡാണ് OZ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് മേടിക്കുമ്പോൾ അത്രയും അടിപൊളിയാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലേ. അപ്പം ഞാനും എന്ത് പറയുന്നു, അതേപോലെ തന്നെ അവരുടെ പേജിൽ കയറി നോക്കുന്നു, അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുന്നു. ഞാൻ കുറേ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ സാരിക്ക് മാച്ചുള്ള കുറേ സാധനം നോക്കുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ എന്താ പറയുക, മിക്ക ഷോപ്പുകളിലൊക്കെ ഞാൻ പേരുകളൊന്നും എടുത്തു പറഞ്ഞില്ല, അവിടെയൊക്കെ പോയി വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾക്കൊക്കെ എനിക്ക് റേറ്റ് കുറവ് പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. എല്ലാവർക്കും അതുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ പോയ സ്ഥലങ്ങൾ വെച്ചിട്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് കമ്പാരിറ്റീവ് എനിക്ക് റേറ്റ് കുറവ് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത്രയും ഒരു എന്താ പറയുക, നമ്മൾ സ്ഥിരം കാണുന്ന ഒരാളുടെയും ഒക്കെ ഇതാണല്ലോ, ഒന്നൊന്ന് ട്രൈ എങ്കിലും ചെയ്ത് നോക്കി നോക്കാം നല്ലതാണോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ അവരുടെ എന്താ പറയുക, അവർക്ക് വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ സാധനവും കിട്ടണം. ഞാൻ ബാംഗ്ലൂർ പോവാണല്ലോ, അപ്പോൾ അതിന് മുമ്പ് വേണം. അപ്പം ഞാൻ അവരുടെ ഒരു നമ്പർ എടുത്തിട്ട് ഞാൻ മെസ്സേജ് അയച്ചു അവർക്ക്. ഞാൻ ഫുൾ പ്രൂഫ് സൈതാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ പ്രൊമോഷനാണ്, കൊളാബറേഷനാണ്, നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ടല്ലേ സാധനം കിട്ടണേന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും നുണയാണ്, കള്ളത്തിലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം ഞാൻ അവർക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചാണ് എനിക്ക് റിപ്ലൈ ചെയ്തത്. അവരെ ഓഫീസ് നമ്പറാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഇപ്പോൾ ഞാൻ ചാറ്റ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മാല ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്കിതാണ് വേണ്ടത്, ഈ മാലയാണ് വേണ്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു നല്ല ടെമ്പിൾ ഗോൾഡ്. അപ്പോൾ എന്നോട് എൻ്റെ പേര് ചോദിച്ചു. ഞാൻ ഹീല എന്ന് പറഞ്ഞു. ഇതിലിപ്പോൾ കാണാമല്ലോ. അപ്പോൾ എന്നോട് അപ്പോൾ തന്നെ ചോദിച്ചു ഇൻഫ്ലുവൻസർ അല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല, ഓഫ് കോഴ്സ് DP ഉണ്ടാവും. പേര് കേട്ടപ്പോഴും മനസ്സിലായി. പിന്നെ പറഞ്ഞു ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എനിക്ക് ചേച്ചിയുടെ എൻ്റെ കോണ്ടൻസിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു. ഞാൻ ഫോൺ പേ ചെയ്താൽ മതിയോ? ഇതിനെങ്ങനെയാണ് വരുന്ന, റേറ്റ് വരുമോ? പിന്നെ എനിക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വേണം, കാരണം എനിക്കൊരു മാരേജിനായിരുന്നു, അത്യാവശ്യമായിരുന്നു. അതുമായിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ പേ നമ്പർ തന്നു. ഞാൻ പൈസ ഇട്ട് കൊടുത്തു. എനിക്ക് വന്നത് ഷിപ്പിംഗ് ചാർജ് സഹിതം 150 ഷിപ്പിംഗ് ചാർജ്, 1749. ഞാൻ അപ്പോൾ തന്നെ ഫോൺ പേ ചെയ്തു. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ആ കാണുന്നത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ നമുക്ക് എന്നാ ഡെലിവറി, എനിക്ക് 2 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടണമല്ലോ, എനിക്ക് അതിൻ്റെ ടെൻഷൻ. കാരണം ഞാൻ 2-ാമത്തെ ദിവസം ഞാൻ എനിക്ക് അങ്ങോട്ടേക്ക് ട്രെയിനാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് റെസ്പോണ്ട് ചെയ്തു. ഞാൻ പിറ്റേ ദിവസം അയച്ചത് രാത്രി 7 മണിക്കാണ്. എനിക്ക് പിറ്റേ ദിവസം ഇതുവരെ വന്നില്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ബാംഗ്ലൂർക്ക് ട്രെയിൻ കയറും, അതാ ഞാൻ ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് വരും റിപ്ലൈ തന്നിട്ടുണ്ട്. കാരണം ബാംഗ്ലൂർ വെച്ചിട്ട് മാരേജ്, പിന്നെ അവര് രാത്രി ഇറങ്ങും, ഇതുവരെ വന്നൂല്ല. കറക്റ്റ് രീതിയിൽ എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ അനുഭവമേ പറയാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഇവരെ നല്ലപോലെ സ്ട്രെസ് കയറ്റിയിരുന്നു, കാരണം എനിക്ക് സാധനം കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി എന്നോട് പറഞ്ഞു കീപ് ഷോപ്പിംഗ്. അന്ന് എനിക്ക് ലാസ്റ്റ് ഈ പ്രോഡക്റ്റ് എനിക്ക് 5-ാം തീയതി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 24-ാം തീയതി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യോ ജ്വല്ലറി കാണുന്ന പോലെ. അതെനിക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റിയില്ല. ഞാൻ പല തിരക്കുകളിൽ പെട്ടുപോയി. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തിരക്കിലും എനിക്ക് റിവ്യൂവും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ പ്രോഡക്റ്റ് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതോ ബയോസിന്ന് മേടിച്ചതാണെന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് അതിനുള്ള ഒരു കറക്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറയേണ്ട ഇതായിരിക്കും ചിലപ്പോൾ ആപ്പ് ടൈം. ആ സമയത്ത് നിങ്ങൾക്ക് തിരക്ക് കാരണമൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതാണല്ലോ. നമ്മളങ്ങനെ പ്രോഡക്റ്റ് റിവ്യൂ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ മേടിച്ചൊന്നും അല്ലല്ലോ, പ്രൊമോഷനായിട്ടൊന്നും. അത് ഞാൻ ചെയ്യാമായിരുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ പറയാം, എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് മിക്കവരും വിചാരിച്ചത് അത് ശരിക്കുള്ള ടെമ്പിൾ ഗോൾഡാണെന്നാണ് വിചാരിച്ചത്. എത്ര പേര് അത് ചോദിച്ചെന്ന് അറിയോ. ഒന്നാമത് അത് കിട്ടിയപ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ക്വാളിറ്റി എന്ന് വെച്ചാൽ ടോപ്പായിരുന്നു, ടോപ്പ് ക്വാളിറ്റി, അടിപൊളി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു റേറ്റിന് ഞാൻ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ചുമ്മാ ഷോപ്പിംഗ് പോയപ്പോണ്ടല്ലോ, അവരെന്ത് കത്തി വില പറയണമെന്ന് അറിയോ. ഇവിടെയൊക്കെ ചിലപ്പോൾ ഇവർ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു, മീഷോന്നും മിന്ത്രോയിലൊക്കെ ഇതിനും ചീപ്പായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ബിസിനസ് അല്ലേ, കിട്ടുന്നുണ്ടായിരിക്കും, അല്ലായിരിക്കും. പക്ഷെ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് കൊടുത്ത പൈസക്കുള്ള ബെസ്റ്റ് സാധനമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ വെറും ഒരു കസ്റ്റമറാണ്, അല്ലാണ്ട് ഞാൻ ഇവരെ പരസ്യം ചെയ്യാനോ ഇവരെ പ്രൊമോഷൻ ചെയ്യാനോ ഒന്നുമല്ല. എനിക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഞാൻ പറയാം. ഒരു ബിസിനസ് കൊണ്ട് നടക്കാമെന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം അത് ബിസിനസ്സായ പിന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. യെസ്, അതെ. എനിക്ക് ദിയ കൃഷ്ണനെ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഇൻസ്പയർ ആയി തോന്നിയേക്കുന്നത് ആ പുള്ളിക്കാരി കൊണ്ട് നടക്കുന്ന ആ ബിസിനസ് തന്നെയാണ്. ആ ഒരു ഏജിൽ അങ്ങനെ അത്രയും ക്ലയൻസ് ഒക്കെ എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമില്ല. ഓക്കെ, ഇനി ഇപ്പം തന്നെ എനിക്ക് ഈ സർവീസ് ചെയ്തത് ദിയ കൃഷ്ണക്ക് പോലും അറിയുന്നുണ്ടായില്ല ഞാൻ അവരെ സ്ഥലത്ത് നിന്ന് സാധനം മേടിച്ചെന്ന്. എന്നായിട്ട് ഡീൽ ചെയ്തത് അവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് നല്ല 100% പ്രൊഫഷണൽ ആയിരുന്നു. ഇതേപോലെ വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ മിസ്സായി പോവും. ദിയ കൃഷ്ണ പോലും അറിയുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരും. അതിൽ ദിയ കൃഷ്ണനെ പേഴ്സണൽ ലൈഫ്, ദിയ കൃഷ്ണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറുത് തെറ്റുപറ്റി കഴിഞ്ഞാൽ 10,000 പേര് അങ്ങ് ഇറങ്ങും ഓരോ കുറ്റങ്ങളും പറഞ്ഞിട്ട്. എനിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചു, എനിക്ക് ഇന്ന് അങ്ങനെ സംഭവിച്ചു. അന്ന് പ്രതികരിക്കാത്തൊരു ദയവ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സിനെ ഇല്ലാതാക്കും. ഒരാളുടെ കഷ്ടപ്പാടാണ് ആ ബിസിനസ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, അത്രയും എനിക്കറിയാം. ഇപ്പോൾ ഈവൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു യൂട്യൂബ് ചാനൽ തന്നെ കെട്ടിപ്പടുത്താൻ നമ്മൾ എത്ര ഒരു സമയം എടുക്കും. അതിൽ നിന്നൊരു 10 സബ്സ്ക്രൈബേഴ്സ് കുറയുമ്പോൾ തന്നെ നമ്മൾ നെഞ്ചി പടക്കും. അപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനൊരു നെഗറ്റീവ് വന്ന് വരുന്നവരും പോണവരൊക്കെ ഇവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അതിപ്പോൾ എത്ര വലിയ ബ്രാൻഡ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, എന്തോ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ഫോൺ ഓർഡർ ചെയ്ത് സോപ്പും പെട്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആമസോൺ പാളിച്ചകൾ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം വെച്ചിട്ട് എപ്പോഴും അവരുടെ ഫുൾ സാധനങ്ങൾ അങ്ങനെ മോശമാണ് അല്ലെങ്കിൽ ഫുൾ അവരുടെ അപ്രോച്ച് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ദയവ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. അതിൻ്റെ കഷ്ടപ്പാടും ഇതും ഇതാക്കുള്ളൂ. പിന്നെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, കുറേ പേര് പറയുന്നത് മറ്റേ പാക്കിംഗ് പൊട്ടിച്ചിട്ട് ഉള്ള സംഭവം. ഒരു സാധനം പൊട്ടിച്ചിട്ട് അവർക്ക് അഥവാ റീഫണ്ടോ തിരിച്ചയക്കണോ എന്നുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടി പൊട്ടിക്കുന്ന അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ ആക്കുള്ളൂ എന്നുള്ളത്. അത് ഞാൻ കയറിയപ്പോൾ അവരുടെ ഇതിലുണ്ട്, ആ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. റീഫണ്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. ഒന്നാമത് തിരക്കുടിച്ച് എല്ലാവർക്കും അത് പറ്റിയൊന്നും വരില്ല. നമ്മൾ സാധനം കിട്ടിയ ഉടനെ, പക്ഷെ അത് അവരുടെ കമ്പനി പോളിസിയാണ്. ഓരോ കമ്പനിക്കും ഓരോ പോളിസി ഉണ്ടായിരിക്കും. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. നമ്മളത് നോക്കാണ്ട് മേടിക്കുന്നത് നമ്മളെ തെറ്റാണ്. ഓക്കെ, നമ്മളെല്ലാം ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം നോക്കണം. ഇവരെ കമ്പനീസ് എന്തൊക്കെയാണ് പറയുന്നത്, ചില ഇതിൽ റീഫണ്ട് തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് തരണ്ട, എന്താണെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. നമ്മൾ നോക്കണം അതെന്താണ് അവരെ കമ്പനി പോളിസി. അല്ലാണ്ട് അവരെ ചീത്ത വിളിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ പേര് ഇവരെ കൈ ഭയങ്കര കത്തി വിലയാണ്. നമുക്കറിയാലോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ ആരെങ്കിലും കത്തി കഴുത്തി വെച്ചിട്ട് ഇത് മേടിക്കുക, നിങ്ങളിത് മേടിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്കത് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക. നിങ്ങൾക്ക് ആ സാധനം കണ്ടിട്ട് ഓക്കെ ഇതിനും കുറവ് മറ്റേതെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക. ഈ ആൾ ദിയ കൃഷ്ണയാണ് അല്ലെങ്കിൽ ഓസിയാന്ന് വെച്ചിട്ട് എന്തിനാ വാങ്ങേണ്ട ആവശ്യം? ഇഷ്ടമല്ലെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല.
അല്ലാണ്ട് വാങ്ങിയും കഴിഞ്ഞ് എല്ലായിട്ട് ഇവരെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ ഇതിനേക്കാളും കുറവ്, അങ്ങനെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും അതെ. ഇപ്പോൾ ഞാൻ ചില സാധനത്ത് ഇവിടുന്ന് പല സാധനങ്ങൾ മേടിച്ചിട്ട് ടെമൂല് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കുറവായിട്ട് കാണാം. ഷീനിലുള്ള അതേ സാധനം ടെമൂല് കുറവ്, ടെമൂലുള്ള കുറവുള്ള സാധനം ഷീനിൽ. അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമല്ലേ. അതൊക്കെ എല്ലായിടത്തും ഒരേ റേറ്റ് ആവേ കാര്യം. ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും പല പല റേറ്റ് ആയിരിക്കില്ലേ. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, നിങ്ങൾക്ക് ഏതിലാണോ ഡ്രസ്സ് വർത്തി അവിടെ നിന്ന് വാങ്ങാം സാധനങ്ങൾ. അതല്ലാണ്ട് അത് കൂടുതലാണ്. ഇനി ഒരു ബിസിനസ്സിന് കുറ്റം പറയുമ്പോൾ അവരെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് എന്ത് മോശമാണ്, അല്ലെങ്കിൽ അത് പരിഹസിക്കുന്നത് ഭയങ്കര മോശമാണ്. ഈ പറയണം നമുക്കതൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് അതിനുള്ള കഴിവുണ്ട്, ടാലൻറ്റെങ്കിൽ നമ്മൾ അങ്ങനെ കാണിക്കണം. പിന്നെ കുറേ പേര് ഒരാളുടെ ബിസിനസ്സാണ് അത് അല്ലേ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യാം. ഇപ്പം ഞാൻ സെയിം ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കും, എനിക്കും ഇതേ ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു വീഡിയോ വന്നിരുന്നു പറയണേ എൻ്റെ ബിസിനസ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, എൻ്റെ ക്ലയൻസിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ഒരിക്കലും ഒരു കമ്പാരിസൺ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പാറ്റേൺ ആയിരിക്കില്ല മറ്റൊരാൾ ബിസിനസ് ചെയ്യുന്നത് അല്ലേ. അല്ലാണ്ട് ഒരേ രീതിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തിരിക്കും. നമ്മൾ അങ്ങനെ ഒരിക്കലും വന്ന് പറയരുത് ഒരിതിലെന്ന് പറഞ്ഞാൽ. പിന്നെ ചില ഈ കാര്യത്തിലല്ല കേട്ടോ, നമ്മൾ ഭയങ്കര കെട്ടിപ്പൊക്കിയ ചില സാമ്രാജ്യങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് അതിങ്ങനെ ഇല്ലാതാക്കുന്നൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്കത് കാണുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതാക്കണേന്നറിയോ, എനിക്ക് പേഴ്സണലി ഇങ്ങനെ എല്ലാവരും കൂടി ഒരാളെ മാത്രമേ ആക്രമിക്കണ സാധനം കാണുമ്പോണ്ടല്ലോ, ഉള്ളിൽ നിന്നൊരു സാധനം അങ്ങ് തളക്കും എനിക്ക്, സത്യം പറയാലോ. അത് എന്തെങ്കിലുമൊക്കെ ന്യായം ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻസിനോട് നമ്മൾ പെരുമാറുന്ന രീതിയാണ്. അതിൽ ഞാനും പറയുന്നത്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാമേജ് പ്രോഡക്ട്സോ സാധനങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനുള്ളൊരു കാര്യം സോർട്ട് ചെയ്യണം എന്നുള്ളത് ശരിയാണ്. അത് നമ്മൾ കറക്റ്റ് രീതിക്ക് നമ്മൾ സംസാരിക്കണം, കാര്യങ്ങളാക്കണം എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളായിട്ട് പൈസ കൊടുക്കുന്നത്, ഇപ്പോൾ 500 ആയിക്കോട്ടെ, 100 രൂപ ആയിക്കോട്ടെ, 200 രൂപ നമ്മൾ അധ്വാനിച്ചൊരു പൈസ കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ ഡാമേജ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും സഹിക്കണ കാര്യമില്ല. നമുക്ക് അതിനൊന്നില്ലെങ്കിൽ റീഫണ്ട് വേണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വേണം, ഈ സാധനം വേണം. ആ സമയത്ത് മിക്കവരും കയ്യിൽ ഈ അൺബോക്സ് ചെയ്യണ വീഡിയോയും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. പക്ഷെ ജെനുവിനാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മളത് ചെയ്യണത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും എത്തിക്സിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് റീഫണ്ട് ചെയ്യുമോ എക്സ്ചേഞ്ച് ചെയ്യുമോ എന്നുള്ളത്. അതിൽ ദിയാകൃഷ്ണനെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലവരും ബിസിനസ് ഇടിയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചിലർ ഫേക്കായിട്ട് എന്താ പറയുക അൺബോക്സിങ് കാണിക്കുക, ഫേക്കായിട്ട് എന്താ പറയുക ഇതാക്കുക. അത് അവരൊരു വിശ്വാസം തന്നെ അവർക്ക് നഷ്ടപ്പെടും. കാരണം നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇവർ അൺബോക്സിങ് വീഡിയോ കറക്റ്റ് വേണമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു ബിസിനസ് എന്താ പറയുക നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്തുകൂടെ, സാധനം ബോക്സ് വന്നിട്ട് എനിക്ക് എന്താ പറയുക ഇത് 2-3 അത് ഞാനിങ്ങനെ അതാണ് എന്നല്ലാട്ടോ പറയുന്നത്, ഞാൻ എക്സാമ്പിൾ പറയാണ്. 2 കല്ല് പറിച്ചെടുത്തിട്ട് ഈ സാധനം കണ്ടില്ലേ പ്രോഡക്റ്റ് മോശമാണെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവർക്കും അതിനുള്ളൊരു തെളിവോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഇവർ ഈ അൺബോക്സിങ് വീഡിയോ വേണം എന്ന് ആവശ്യപ്പെടുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇതാക്കണം. പിന്നെ തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല. എന്തെങ്കിലും രീതിയിൽ ഒരു ഫോൾട്ട് പറ്റി എന്ന് തന്നെ വിചാരിക്കട്ടെ. ബിസിനസ്സല്ലേ, മനുഷ്യന്മാർ ചെയ്യുന്നതല്ലേ, നമുക്ക് തന്നെ എന്തൊക്കെ തെറ്റ് പറ്റുന്നത്. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് എപ്പോഴും 101% പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ? അതും ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ എത്ര ജോലിക്കാരുണ്ടായിരിക്കും, ജോലിക്കാർക്ക് മിസ്റ്റേക്ക് പറ്റിക്കൂടെ? ഇപ്പോൾ ഇപ്പോൾ ദിയ കൃഷ്ണ ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ ബ്രാൻഡ് നെയിം ആയിരിക്കും, പക്ഷേ അതിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് അവർക്ക് മിസ്റ്റേക്ക് പറ്റാം. പക്ഷെ പഴി കേൾക്കുന്നത് ഫുള്ള് നമ്മളായിരിക്കും. അപ്പം മിസ്റ്റേക്ക് പറ്റും എന്ന് വെച്ചിട്ട് എല്ലാവരും കൂടി എന്തോരം കമൻസാണ് ഇങ്ങനെ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതെനിക്കാനും എന്താ ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സോ ഒന്നും വേണമെന്നില്ല. ഇപ്പോഴത്തെ ഇതിൽ ഒരുപാട് ഫോളോവേഴ്സ് വേണമെന്നോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടാൽ മതി. ഇപ്പോൾ 100 ഫോളോവേഴ്സുള്ള അക്കൗണ്ടിൽ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഷെയർ ആയി പോയിക്കോളും. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ കുഴപ്പം ഇങ്ങനെ എനിക്ക് കിട്ടിയ ഇതിങ്ങനെ ഇതിങ്ങനെ ഉണ്ടായിരിക്കാം. അതൊക്കെ സോർട്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. ഞാൻ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഉറപ്പായിട്ടും കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നൊരു രീതിയുണ്ട്. അത് എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അത് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ അത്രയും ടെൻഷനും സ്ട്രെസ്സും കൊടുത്തിട്ടാകുമ്പോൾ അവരെന്നെ സമാധാനിപ്പിച്ച് എനിക്ക് കറക്റ്റ് സമയത്ത് അവർ പറഞ്ഞ സമയത്ത് സാധനം എത്തിക്കും, കാര്യം ചെയ്തോളൂ. ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മാല. ഞാൻ ആ ഫോട്ടോയിൽ എന്താണോ കണ്ടത് എക്സാക്ട് സെയിമാണ് വന്നേക്കുന്നത്. ഓക്കെ.
പിന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റരുത്. നമ്മൾ എന്തെങ്കിലും ഒരാളുടെ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ, ഒരു ഇഷ്യൂ നടക്കുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി കണ്ട് കിട്ടിയ അവസരം ആരും മുതലാക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് എല്ലാവരുടെയും കേസിലായിക്കോട്ടെ. ഞാൻ പറയുന്നു, ദിയ കൃഷ്ണ എന്ന് പറയുന്നത് ആ ബൈ ഓസി അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പെങ്കുച്ചിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഹാർഡ് വർക്ക് കൊണ്ടും മാത്രമാണ്. അതാണ് അത്. അങ്ങ് പെട്ടെന്ന് തകർക്കാനോ കാര്യങ്ങളോ ഒന്നും കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പുച്ഛിച്ച് ആക്ഷേപിച്ച് എന്താ പറയുക, ഒന്നിനും കൊള്ളാത്തൊരാളൊക്കെ ആക്കാൻ ശ്രമിക്കുമ്പോൾ സ്വയം അവിടെ ചെറുതാവുന്നത് ഈ ചെയ്യുന്നവരായിരിക്കും. കാരണം ഇത്രയും കെട്ടിപ്പൊക്കിയ ഒരാൾക്ക് വീണ്ടും അത് കൊണ്ടുനടക്കാനാണ്. ഇപ്പോൾ ഒരു മാനസിക വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവരത് ബിൽഡ് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഇതൊരു നല്ല പാഠം ആയിക്കോട്ടെ. അവരിനി കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് എപ്പോഴും ക്രിറ്റിസിസം നല്ലതാണ് അല്ലേ, ഒരു പരിധി വരെ ക്രിറ്റിസിസം നല്ലതാണ്. പക്ഷെ അതൊരു പരിഹാസ രീതിയാകുമ്പോൾ അതത്ര നല്ലതായിരിക്കില്ല, അതത്ര സുഖകരമായിരിക്കില്ല. അപ്പം എൻ്റെ ഒരു റിവ്യൂ പറയാനാണ് വന്നത്. ഇപ്പം അന്ന് എന്നോട് ഈ അതിൽ ജോലി ചെയ്യുന്ന കൊച്ചി എന്നോടൊരു റിവ്യൂ പറയാൻ പറഞ്ഞു. അന്ന് ഞാൻ റിവ്യൂവും ചെയ്തില്ല, ഒരു ടാഗ് പോലും ചെയ്തിട്ടില്ല, ഇവിടുന്നാണ് ഞാനെന്ന് പറഞ്ഞില്ല. പക്ഷേ ചിലപ്പോൾ ഈ ഒരു ടൈമിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ഞാനത് റിവ്യൂ പറയണം. ഇതാണ് എൻ്റെ റിവ്യൂ ബൈ ഓസിന്ന് ഞാൻ മേടിച്ച സാധനത്തിന്.